നമസ്കാരം. നാളെ സെപ്റ്റംബർ 15 ലോകം അവസാനിക്കുമ്പോൾ ഭൂമിയെ ലക്ഷ്യം വെച്ച് വരുന്ന അതിഭീമൻ ചിഹ്നഗ്രഹമായിട്ടുള്ള 2024 ON ഭൂമിക്കരികിലേക്ക് എന്ന മുന്നറിയിപ്പുമായിട്ട് ഇപ്പോൾ അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ രംഗത്തെത്തിയിരിക്കുകയാണ്. 2 ഫുട്ബോൾ മൈതാനങ്ങളുടെ വലിപ്പമുള്ള ചിഹ്നഗ്രഹമാണ് ഭൂമിക്ക് അരികിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നത്. നാളെ സെപ്റ്റംബർ 15-ാം തീയതിയാണ് ഇത് ഭൂമിക്ക് അടുത്തുകൂടെ കടന്നു പോവുക. ഇതിൻ്റെ സഞ്ചാരപാത നിലവിൽ ഇപ്പോൾ നിരീക്ഷിച്ചു വരികയാണ്. ഭൂമിക്ക് ഭീഷണിയാവാൻ സാധ്യത കുറവാണെങ്കിൽ കൂടിയും നാസ ഇപ്പോൾ കനത്ത ജാഗ്രതയോടെയാണ് ഇത് നിരീക്ഷിക്കുന്നത്. 720 അടി വ്യാസമുള്ള ചിഹ്നഗ്രഹമാണിത്. മണിക്കൂറിൽ 25,000 മൈൽ വേഗത്തിലാണ് ഇതിൻ്റെ സഞ്ചാരവും. ഭൂമിക്ക് ഏറ്റവും അടുത്ത് ഇതെത്തുമ്പോൾ പോലും 6,20,000 മൈൽ അകലമുണ്ടാകും 2024 ON-ഉം ഭൂമിയും തമ്മിൽ. ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള അകലത്തിൻ്റെ ഏതാണ്ട് 2.6 ഇരട്ടി വരും ഈ അകലമെന്ന് പറയുന്നത്. എങ്കിലും 2024 ON ചിഹ്നഗ്രഹത്തിൻ്റെ സഞ്ചാര പഥത്തിൽ വരുന്ന നേരിയ വ്യത്യാസം പോലും ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഭൂമിക്ക് സൃഷ്ടിക്കും എന്നതിനാൽ തന്നെ നാസ ഇപ്പോൾ കടുത്ത ജാഗ്രതയിലാണ്. നാസയുടെ കാലിഫോർണിയയിലുള്ള ജെറ്റ് പ്രൊപ്പൽഷൻ ലാബോറട്ടറിയാണ് 2024 ON ചിഹ്നഗ്രഹത്തിൻ്റെ സഞ്ചാരപാത ഇപ്പോൾ പിന്തുടരുന്നത്. ഇതിനായിട്ട് അത്യാധുനിക ഒപ്റ്റിക്കൽ ടെലസ്കോപ്പുകളും അതോടൊപ്പം തന്നെ റഡാറുകളും ഒക്കെ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. 2024 ON-ൻ്റെ വലിപ്പം, അതുപോലെ തന്നെ അതിൻ്റെ ആകൃതി, ഘടന തുടങ്ങിയവയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ ഇതുവഴി ജെറ്റ് പ്രൊപ്പൽഷൻ ലാബോറട്ടറിക്ക് സാധിക്കും. 2024 ON-നെ കുറിച്ച് പഠിക്കുന്നതിൽ യൂറോപ്യൻ സ്പേസ് ഏജൻസിയും വിവിധ സർവകലാശാലകളും ഇപ്പോൾ നാസയുമായിട്ട് സഹകരിക്കുന്നുണ്ട്. സൗരയുധത്തിൽ സൂര്യന് ചുറ്റും ഭ്രമണം ചെയ്യുന്ന ഗ്രഹങ്ങളെക്കാൾ ചെറുതും അതുപോലെ തന്നെ ഉൽക്കകളേക്കാൾ വലുതുമായിട്ടുള്ള വസ്തുക്കളാണ് ചിഹ്നഗ്രഹങ്ങൾ അഥവാ ഈ പറയുന്ന ആസ്റ്ററോയിഡ്സ് എന്ന് പറയുന്നത്. ഭൂമിയിലെ ഒരു നഗരത്തോളം വലിപ്പം മാത്രമേ ചിഹ്നഗ്രഹത്തിന് ഉണ്ടാവുകയുള്ളൂ. ചൊവ്വയ്ക്കും അതോടൊപ്പം തന്നെ വ്യാഴത്തിനും ഇടയിലുള്ള ചിഹ്നഗ്രഹ വലയത്തിലാണ് ഭൂരിഭാഗം ചിഹ്നഗ്രഹങ്ങളും സ്ഥിതി ചെയ്യുന്നത്. ദൂരദർശിനികൾ ഉപയോഗിച്ച് നോക്കുമ്പോൾ ഒരു പ്രകാശ കേന്ദ്രമായിട്ടാണ് ഇവയെ കാണാൻ സാധിക്കുക. അതായത് ഉരുണ്ടതും നീളമുള്ളതുമായിട്ടുള്ള പല രൂപത്തിൽ നമുക്ക് ചിഹ്നഗ്രഹങ്ങളെ കാണാൻ സാധിക്കും. ചിലതിന് ഉപഗ്രഹങ്ങളും ഉണ്ടാകും. ചിഹ്നഗ്രഹത്തെക്കുറിച്ചുള്ള പഠനം ഭൂമിയുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള അറിവുകൾക്ക് സഹായകരമാകും. ഭൂമിയിൽ കൂട്ടിയിടിച്ച് വലിയ ദുരന്തങ്ങൾ ഉണ്ടാക്കാനും ചിഹ്നഗ്രഹത്തിന് സാധിക്കും. 1908 ജൂൺ 30 റഷ്യയിലെ സൈബീരിയ തുൻഗസ്ക വനപ്രദേശത്ത് ചിഹ്നഗ്രഹം പതിച്ചുണ്ടായ അപകടം ഇതിനുള്ള ഒരു ഉദാഹരണമാണ്. 2 മെഗാടൺ ശക്തിയുള്ള ആ സ്ഫോടനത്തിൽ തുൻഗസ്ക വനപ്രദേശത്തെ 2150 ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്തെ 8 കോടിയോളം മരങ്ങളാണ് നിലംപരിശായി മാറിയത്. മാത്രമല്ല സ്ഫോടനത്തിൻ്റെ തരംഗങ്ങളും ഉഷ്ണതരംഗവും കിലോമീറ്ററുകൾക്ക് അപ്പുറത്തേക്ക് വരെ എത്തി. ചിഹ്നഗ്രഹങ്ങൾ മറ്റു ഗ്രഹങ്ങളുമായിട്ട് കൂട്ടിയിടിക്കുന്നത് സാധാരണ സംഭവമാണ്. ഭൂമിയിൽ ദിനോസറുകൾക്ക് പോലും വംശനാശം സംഭവിക്കാൻ കാരണം ഇത്തരത്തിൽ സമാനമായിട്ടുള്ള ഒരു കൂട്ടിയിടിയാണെന്നാണ് അനുമാനം. അതേസമയം ഇന്ന് മനുഷ്യരാശി നേരിടുന്ന യഥാർത്ഥ ഭീഷണിയാണ് വലിയ ചിഹ്നഗ്രഹങ്ങളുമായുള്ള കൂട്ടിയിടിയെന്ന് ഇസ്രോ മേധാവി എസ് സോമനാഥ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. കാരണം നമുക്ക് ജീവിക്കാനായിട്ട് ഒരേ ഒരു ഭൂമി മാത്രമേ ഉള്ളൂ എന്നും അപ്പോഫിസ് ഉയർത്തുന്ന ഭീഷണിയും അതുപോലെ തന്നെ ഭാവി ഭീഷണിയും തടയാനായിട്ട് ഇന്ത്യ എല്ലാ രാജ്യങ്ങളുമായും സഹകരിക്കുമെന്നും എസ് സോമനാഥ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. മുൻപും സമാനമായിട്ടുള്ള പ്രതികരണം ISRO മേധാവി നടത്തിയിട്ടുണ്ട്. ഒരു ചിഹ്നഗ്രഹം അത് ഭൂമിയിൽ പതിച്ചാൽ അത് ഭൂമിയിലെ സർവ്വചരാചരങ്ങളുടെയും നാശത്തിന് കാരണമാവുമെന്ന് എസ് സോമനാഥ് ഇക്കഴിഞ്ഞ ജൂലൈയിൽ അഭിപ്രായപ്പെട്ടിരുന്നു. 70 വയസ്സും 80 വയസ്സും വരെയുള്ള നമ്മുടെ ജീവിതകാലത്ത് നമ്മൾ അത്തരമൊരു ദുരന്തം കാണാനിടയില്ലാത്തതിനാൽ തന്നെ നമ്മളതിനെ നിസ്സാരമായിട്ട് കാണുകയാണെന്നും അത്തരത്തിലൊരു സംഭവം അത് ഭൂമിയിൽ ഉണ്ടായാൽ നമുക്കെല്ലാം തന്നെ അത് നാശം സംഭവിക്കുന്നതാകുമെന്നും അദ്ദേഹം അന്ന് പറയുകയുണ്ടായി. ഇത് കൂടാതെ 2029 ഏപ്രിൽ 13 അപ്പോഫിസ് ഭൂമിയിൽ നിന്ന് 32,000 കിലോമീറ്റർ ദൂരപരിധിയിലെത്തും. ഇത് ബഹിരാകാശ ഏജൻസികൾക്ക് അപ്പോഫിസിനെ കുറിച്ച് വിശദമായിട്ടുള്ള പഠനങ്ങൾക്ക് പോലും അവസരം നൽകും. 5,000 മുതൽ 10,000 വർഷങ്ങൾക്കിടയിൽ ഒരിക്കൽ മാത്രമേ ഇത്രയേറെ വലിപ്പമുള്ള ചിഹ്നഗ്രഹം അത് ഭൂമിയുടെ ഇത്രയും അടുത്ത് എത്തുകയുള്ളൂ എന്ന് യൂറോപ്യൻ സ്പേസ് ഏജൻസിയും പറയുന്നുണ്ട്. എന്നാൽ ഇതിനുശേഷം 2036 അപ്പോഫിസ് ഭൂമിക്കരികിൽ ഇനി എത്തുക. പ്ലാനറ്ററി ഡിഫൻസ് രംഗത്ത് സജീവ ഇടപെടലിനും അതുപോലെ തന്നെ അന്തർദേശീയ സഹകരണത്തിനും ലക്ഷ്യമിട്ടാണ് ISROയുടെ ഈ ഭാവി പദ്ധതികൾ. ഈ രംഗത്ത് കൂടുതൽ ശേഷി കൈവരിക്കാനുള്ള പദ്ധതികൾ ISRO ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാ ദിവസവും വാർത്തകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.